എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. എസ്തേറിന് രാജ്ഞിപദം. കോപം ശമിച്ചപ്പോൾ അഹസ്വേരോസ് രാജാവ് വാസ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിനു വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിന്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തഃപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ. രാജാവിനെ ഇഷ്ടപ്പെടുന്ന കന്യക വാസ്തിക്ക് പകരം രാജ്ഞിയാകട്ടെ. അത് രാജാവിന് ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മർദെക്കായി എന്ന ഒരു യഹൂദനുണ്ടായിരുന്നു. അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ ഷിമിയയുടെ മകനായ ജായിറിന്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദ രാജാവായ യെഖോനിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു. അവൻ തന്റെ പൃഥു സഹോദരന്റെ മകളായ ഹദ്സായെ എസ്തേറിനെ വളർത്തിയിരുന്നു. അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. ആ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു. മാതാപിതാക്കൾ മരിച്ച അവളെ മർദെക്കായി സ്വന്തം മകളായി സ്വീകരിച്ചു. രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായി സൂസായിൽ കൊണ്ടുവന്ന സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു. അവളെ അവന് ഇഷ്ടപ്പെടുകയും അവൾ അവന്റെ പ്രീതി നേടുകയും ചെയ്തു. അവൻ അവൾക്കാവശ്യമായ സുഗന്ധ തൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 7 തോഴിമാരെയും കൊടുത്തു. അവൾക്കും തോഴിമാർക്കും അന്തഃപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി. തന്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയില്ല. അത് ആരോടും പറയരുതെന്ന് മർദെക്കായി അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മർദെക്കായി ദിവസവും അന്തഃപുരത്തിന്റെ മുൻവശത്തുകൂടെ നടക്കുമായിരുന്നു. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം മീറ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസ്വേരോസ് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തഃപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിന്റെ ഷണ്ഡനുമായ ഷാഷ്ഗസിന്റെ കീഴിലുള്ള അന്തഃപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. മർദെക്കായുടെ പൃഥുവ്യനായ അബിഹായിലിന്റെ മകളും അവൻ മകളായി ദത്തെടുത്തോളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ഷണ്ഡനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു. രാജാവിന്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തെബെത്ത് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരോസ് രാജാവിന്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചിരുന്നു. അവന്റെ മുൻപിൽ സകല കന്യകമാരെയും അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാസ്തിക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തേറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തന്റെ രാജകീയ ഔദാര്യത്തിനൊത്തവിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചു കൂട്ടിയപ്പോൾ മർദെക്കായി കൊട്ടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ ആകട്ടെ മർദെക്കായി കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മർദെക്കായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ
അക്കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായി കൊട്ടാരവാതിക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരനും രാജാവിന്റെ ഷണ്ഡനുമായ ബിഗ്താനും തെരേഷും കോപം പൂണ്ട് ആഹ്വേരോസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു. ഇക്കാര്യം മൊർദെഖായി അറിയുകയും അവൻ അത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തേർ അത് മൊർദെഖായിക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ രണ്ടുപേരും കഴിവിലേറ്റപ്പെട്ടു. രാജസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി.